അമ്മുവിൻ്റെ ബിനാലെ. അമ്മൂന് വരയ്ക്കണം, നിറയെ വരയ്ക്കണം, ചെറുപറേന്ന് വരയ്ക്കണം. അടുപ്പിലും കടലാസിലും ഭിത്തിയിലും വരയ്ക്കണം. അമ്മൂൻ്റെ ചേട്ടൻ അമ്മൂന് കടലാസും ക്രയോണും കൊടുത്തു. അമ്മ തുണിയും തുണിയിൽ വരയ്ക്കാൻ ഫാബ്രിക് പെയിന്റും കൊടുത്തു. പക്ഷെ ഭിത്തി എങ്ങനാ കൊടുക്കുക? വാടക വീടല്ലേ. അമ്മു താമസിക്കണത് വാടക വീട്ടിലാണ്. വീടിന്റെ ഉടമസ്ഥൻ മാമ ആരുടെ അമ്മു വീട് വൃത്തിയിടാക്കിയെന്ന് ചോദിച്ച് അമ്മുനെ വഴക്ക് പറയില്ലേ? അമ്മുവിന്റെ സ്വന്തം വീട് അമ്മയും അച്ഛനും അമ്മുവും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ കൂടി പണിത വീട് അങ്ങ് ദൂരെയാണ്. അമ്മയുടെ അച്ഛൻ്റെയും ജോലിസ്ഥലത്തിനടുത്തല്ല. അതുകൊണ്ടാണ് അമ്മുവൊക്കെ ഓണർ മാമയുടെ വീട്ടിൽ താമസിക്കുന്നത്. സ്വന്തമല്ലാത്ത വീടിനാണ്, ഓണർ മാമയുടെ വീടിനാണ് വാടക വീടെന്ന് പറയുക. നല്ല ഭംഗിയായി പെയിന്റ് ചെയ്തിട്ടിരിക്കുന്ന വീടിന്റെ ഭിത്തിയിൽ വരച്ച അമ്മുനെ ഓണർ മാമ വഴക്കു പറയും. അപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പൻ അവിടുത്തെ അപ്പു വികൃതി കാണിക്കുമ്പോൾ ആരുടെ അപ്പൂന്ന് ചോദിക്കും. അതുപോലെ ഓണർ മാമ ആരുടെ അമ്മൂന്ന് ചോദിച്ച് വഴക്കു പറയും അമ്മൂനെ. ഒഴിവിന് നാട്ടിലെ വീട്ടിൽ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ വരച്ചാൽ പോരാ അമ്മൂന്, ഇപ്പോൾ വരയ്ക്കണം. ബിനാലയിൽ കണ്ട പോലെ ഭിത്തിയിൽ നിറയെ വരയ്ക്കണം അമ്മൂന്. ആനെ വരയ്ക്കണം, ചിരിക്കുന്ന ഒരാനെ വരയ്ക്കണം. ചിരിക്കുന്ന ആനെ കളിയാക്കുന്ന കുഴിയാനെ വരയ്ക്കണം. കുഴിയാന ചിരിച്ചപ്പോൾ ദേഷ്യം വന്ന് ശരിക്കുള്ള ആന ഇപ്പോൾ നിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നതും കുഴിയാനയുടെ കുഞ്ഞി പീക്കിരി കുഴിയിൽ വീണ് കാലൊടിഞ്ഞതും വരയ്ക്കണം അമ്മൂന്. കുഴിയാന കുഴിയുടെ പുറത്തും ശരിയാന കുഞ്ഞി കുഴിയുടെ അകത്തും. അതൊക്കെ വരയ്ക്കണം അമ്മൂന്. അതും ഭിത്തിയിൽ തന്നെ. അമ്മ ഒടുക്കം ഭിത്തിയിൽ തന്നെ വരച്ചു. എവിടുത്തെ ഭിത്തിയിലാ? സ്വപ്നത്തിലെ ഭിത്തിയില്. പിണങ്ങി ഉറങ്ങിയപ്പോ സ്വപ്നത്തിലെ മുഴുവനും ഭിത്തികൾ വന്നു തെളിഞ്ഞു. അമ്മ തോന്നിയതൊക്കെ വരച്ചു. വലിയ പാട്ടയിലെ ചായത്തിൽ വലിയ ബ്രഷ് മുക്കി നിറയെ നിറയെ വരച്ചു. അപ്പുറത്തെ വരമാമൻ ബിനാലയ്ക്ക് വേണ്ടി ചെയ്ത പോലെ തന്നെ. സ്വപ്നത്തിൽ സാധിക്കാത്ത എന്താണുള്ളത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് അമ്മു ഉറക്കെണീറ്റു. എന്നിട്ട് അമ്മു അമ്മയോട് പറഞ്ഞു, സ്വപ്നം ഒരു വലിയ ബിനാലയാണ്.